പട്ടാപ്പകൽ സ്ത്രീകളെയും കുട്ടിയെയും കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ CPM നേതാവ് വെള്ളനാട് ശശിക്കെതിരെ നിസ്സാര വകുപ്പുകൾ ചുമത്തി പോലീസ്. ഇന്നലെ ശശിക്ക് ഉപാധികളോടെ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. പ്രതിക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഉൾപ്പെടെ ചുമത്തിയിട്ടില്ല എന്നാണ് ഉയരുന്ന ആക്ഷേപം. അതേസമയം ഗുണ്ടായിസം കാട്ടുന്ന CPM നേതാവിനെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഒളിവിലായിരുന്ന CPM നേതാവ് വെള്ളനാട് ശശിയെ ആയൂരിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയെങ്കിലും ആര്യനാട് പോലീസ് നിസാര വകുപ്പുകൾ ചുമത്തി. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയെങ്കിലും ഉപാധികളോടെ ജാമ്യം നൽകുകയായിരുന്നു. പ്രതിക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഉൾപ്പെടെ ചുമത്താത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നാണ് ഉയരുന്ന ആക്ഷേപം. എന്നാൽ ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതെന്നും ആരോഗ്യനില പരിഗണിച്ചാണ് കോടതി ജാമ്യം നൽകിയെന്നുമാണ് പോലീസ് ഭാഷ്യം. അതിനിടെ സ്ത്രീകളോടും കുട്ടികളോടും ഗുണ്ടായിസം കാട്ടുന്ന CPM നേതാവിനെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വെള്ളനാട് ശശി എന്ന് പറയുന്നത് ഒരു ഗുണ്ടാ നേതാവിനെ പോലെയാണ് പെരുമാറുന്നത്. കാരണം ഇതിനു മുമ്പേയും വെള്ളനാട് ഹോസ്പിറ്റലിന്റെ സബ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് കിടങ്ങുമൽ ഒരു ശിലാഫലകം സ്ഥാപിച്ചതിൽ അദ്ദേഹത്തിന്റെ പേരില്ല എന്നുള്ള ഒറ്റ കാരണത്തിൽ അത് തച്ചുടയ്ക്കുകയും അതുപോലെ തന്നെ വെള്ളനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നീതി സ്റ്റോറുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന അന്നത്തെ ആ പ്രവർത്തനങ്ങളും മറ്റ് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ തന്നെ അറിയാം, ഇദ്ദേഹം കാണിക്കുന്നത് പക്ക ഗുണ്ടായിസമാണ്. രാഷ്ട്രീയത്തിന് അപ്പുറം ഒരു എന്താ പറയുക, ഞാനാണ് ഈ വെള്ളനാടിൻ്റെ എല്ലാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. വെള്ളിയാഴ്ചയാണ് വെള്ളനാട് ശശി വില്ലേജ് ഓഫീസിന് സമീപത്തെ കടയിൽ അതിക്രമിച്ചു കയറിയത്. ഹോട്ടലിന്റെ ബോർഡ് വെച്ചതുമായി ബന്ധപ്പെട്ട തർക്കത്തിന് പിന്നാലെ കടയിലുണ്ടായിരുന്ന യുവാവിനെയും ഭാര്യയെയും കുട്ടിയെയും മർദ്ദിക്കുകയായിരുന്നു. വെള്ളനാട് പഞ്ചായത്തിലെ ജീവനക്കാരനായ നെടുമാനൂർ അയണിത്തലയ്ക്കൽ സ്വദേശി അരുൺജി റോജ് നടത്തുന്ന ഹോട്ടലിലായിരുന്നു ശശി അക്രമം നടത്തിയത്. ഗുണ്ടയെപ്പോലെയാണ് ശശി പെരുമാറുന്നതെന്നാണ് നാട്ടുകാരുടെ പരാതി. ശശിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് BJPയും കോൺഗ്രസും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.